കൊല്ലത്ത് കമ്മീഷണർ ഓഫീസിന് സമീപം വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രന്റെ കൊലപാതകത്തിൽ തമിഴ്നാട് തക്കല സ്വദേശി വിജു സുരേഷാണ് പിടിയിലായത്. തമിഴ്നാട് വാൽപ്പാറയിൽ നിന്ന് കൊല്ലം സിറ്റി ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്? മെയ് 25-നാണ് കൊല്ലം നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് കമ്മീഷണർ ഓഫീസിന് 100 മീറ്റർ മാത്രം അകലെയായി ഒരു കൊലപാതകം നടന്നത്. മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രനാണ് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന് വിധേയനായത്. അതിന് പിന്നാലെ തന്നെ അന്വേഷണം എങ്ങും എത്താതെ പോലീസ് അലയുന്നു എന്നുള്ള മാധ്യമ വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 സംഘങ്ങളായി ചേർന്ന് തമിഴ്നാട്ടിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. കൊല്ലം സിറ്റി ACP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങളായിരുന്നു പരിശോധന നടത്തിയതാണ്. അതിലാണ് ഒരു സംഘത്തിന്റെ പിടിയിൽ ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള, അതായത് തമിഴ്നാട് കന്യാകുമാരി തക്കല സ്വദേശിയായിട്ടുള്ള വിജു സുരേഷ് ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ സംഘം ഇയാളെ പിന്തുടർന്നു. കാരണം ഇയാൾ പല വാഹനങ്ങളിൽ കയറി ഇത്തരത്തിൽ ഈ ബൈക്കുകളിലൊക്കെ ലിഫ്റ്റ് അടിച്ചായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെൽ ടവർ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ട് പോലും പിടികൂടാനായിട്ട് വലിയ ബുദ്ധിമുട്ട് പോലീസിനുണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന്, അതായത് ഏകദേശം 90 സ്ഥലങ്ങളിലധികമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ പിടികൂടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ്. ഈ തമിഴ്നാട് തക്കല സ്വദേശിയായിട്ടുള്ള ഇയാളെ തമിഴ്നാട് വാൽപ്പാറയിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഒരു തെറ്റ് പറ്റിയതാണ്. തക്കലയിൽ നിന്നല്ല, തക്കല സ്വദേശിയാണ്. ഇയാളെ പിടികൂടിയതാണ് വാൽപ്പാറയിൽ നിന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ സംഘങ്ങൾ പല സംഘങ്ങളായി അവിടെ ഉണ്ടായിരുന്നു. പോലീസിന് മേൽ ഈ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോയതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പ്രത്യേകം സംഘങ്ങളെ നിയോഗിച്ച് അവിടേക്ക് അയക്കുകയായിരുന്നു. ഈ CCTV ദൃശ്യം കൊലപാതകം നടന്ന ദിവസം തന്നെ ആ സമീപത്തെ കടയിൽ നിന്നും CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ CCTV ദൃശ്യത്തിൽ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പതിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ അത് അന്വേഷിക്കുന്നതിന് എളുപ്പമായിരുന്നു. പക്ഷേ ഇയാൾ സംസ്ഥാനം കടന്നു പോയിട്ടുണ്ട് എന്നുള്ള വിവരം ആദ്യമേ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതിന് പ്രകാരമുള്ള അന്വേഷണമാണ് ഒടുവിൽ പ്രതിയിലേക്ക്, വിജുവിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് സംബന്ധിച്ച് എന്താണ് പോലീസ് പറയുന്നത്? നിലവിൽ ഈ പ്രതി പോലീസിന്റെ പിടിയിലാവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എത്രയും വേഗം തന്നെ അയാളെ കൊല്ലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ പോലീസ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിലവിൽ ACPയോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമായിരിക്കും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. പിന്നാലെ നേരത്തെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊരു സീരിയൽ കില്ലർ ആണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. കാരണം പാരിപ്പള്ളിയിലും സമാന രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ്. രണ്ടിന്റെ മോഡോസ് ഓപ്പറാൻഡി ഒരുപോലെ ആയതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു സംശയം എത്തിയിരിക്കുന്നത്. ഇയാൾക്ക്, വിജുവിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളൊരു കാര്യം എന്തായാലും കൊല്ലം സിറ്റി പോലീസ് ഇപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട്. അതിൽ ഈ പാരിപ്പള്ളിയിലെ കൊല നടത്തിയതും ഇയാൾ തന്നെയാണോ എന്നുള്ളതെല്ലാം ഇനി വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും വ്യക്തമാവുക. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിപിടിയിലായിരിക്കുകയാണ്. കമ്മീഷണർ ഓഫീസിന് വെറും തൊട്ടടുത്ത് വെച്ച കൊലപാതകം നടത്തുകയായിരുന്നു ഇയാൾ. അതിന് ശേഷം ഒളിവിൽ പോയ മുങ്ങിയ പ്രതിയാണ് പിടികൂടിയിരിക്കുന്നത്.